സിദ്ധിയെ തനിക്കറിയുമായിരുന്നോ? സിദ്ധു സംശയത്തോടെ അവനെ വായിൽ നിന്നും അറിയാൻ വേണ്ടി ചോദിച്ചു. എന്നിട്ട് ലൗഡ് സ്പീക്കറിലിട്ട് തരുണിനെയും അവൻ കേൾപ്പിച്ചു. സിദ്ധിയെ ഞാൻ കോളേജിൽ കണ്ടിട്ടുണ്ട്. ഞാൻ സിദ്ധി പഠിച്ച കോളേജിലല്ലേ പഠിച്ചത്. പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല. എപ്പോഴും എന്നെ കാണുമ്പോൾ ചിരിക്കും, ഞാനും ചിരിക്കും. ആ പിന്നെ ഒരു ദിവസം സിദ്ധിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അശ്വിൻ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. എന്നിട്ട് സിദ്ധു സംശയത്തോടെ ചോദിച്ചു. അന്ന് എന്നോട് ചിരിച്ചുകൊണ്ട് സോറി പറഞ്ഞു. ഞാൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതങ്ങ് പോയി. അന്ന് ഉച്ചയ്ക്ക് ആ ആക്സിഡൻറ്റ്. അശ്വിൻ ബാക്കി പറയാതെ നിർത്തി. ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു സിദ്ധുവും തരുണും. അപ്പോൾ സിദ്ധി തന്നോട് സംസാരിച്ചിട്ടില്ല അല്ലേ? അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു. ഇല്ല സർ, ഞാൻ പറഞ്ഞില്ലേ, അന്ന് വന്ന് സോറി പറഞ്ഞപ്പോഴാ. അതും അവൾ ഇങ്ങോട്ട് വന്നാ പറഞ്ഞത്. ഞാൻ ഇതുവരെ അങ്ങോട്ട് മിണ്ടിയിട്ടില്ല. പിന്നെ ആ കുട്ടി എന്നോട് വന്ന് സോറി പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സർ. പിന്നെ ഞാൻ കരുതി ആള് മാറി പറഞ്ഞതായിരിക്കുമെന്ന് അശ്വിൻ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു സിദ്ധുവും തരുണും. ശരി അശ്വിൻ, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ എനിക്ക് അമ്മൂനെ ഒന്ന് കാണണം. കണ്ടാൽ മാത്രം മതി. അവളെ അമ്മ തല്ലിയല്ലേ? അല്ലെങ്കിൽ വേണ്ട, നാളെ ഓഫീസിൽ വരുമ്പോൾ കാണാം. ഇനി ഞാൻ വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, സിദ്ധു വീണ്ടും പറഞ്ഞു. അത് സർ, അപ്പ പറഞ്ഞേക്കുന്നത് ഇനി ഓഫീസിൽ പോകണ്ടെന്നാ. അതിൻ്റെ വഴക്ക് നടക്കുകയായിരുന്നു വീട്ടിൽ, അശ്വിൻ പറഞ്ഞു. വാട്ട്? ഓഫീസിലേക്ക് വരണ്ടാന്നോ? നോ അശ്വിൻ, അമ്മ വന്നേ പറ്റുള്ളൂ. എനിക്കവളെ കാണാതിരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ അവളെ ജോലിക്ക് വിടണം, അല്ലെങ്കിൽ എനിക്ക് അവളെ തരണം. അവളില്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല, സിദ്ധു ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. സർ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ പപ്പയോട് സംസാരിക്കുന്നുണ്ട്, അശ്വിൻ അവനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ തിരികെ പറഞ്ഞു. എങ്കിൽ ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് വരാം. അശ്വിൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്ക് അവളെ കണ്ടാൽ മാത്രം മതി. അശ്വിൻ്റെ പപ്പ ഒരു പക്ഷേ സമ്മതിച്ചില്ലെങ്കിൽ, അവൾ ഓഫീസിലേക്ക് വന്നില്ലെങ്കിൽ എനിക്കവളെ കാണാൻ കഴിയില്ല, സിദ്ധു പറഞ്ഞു. ഞാൻ സാറിനെ വിളിക്കാം, നമുക്കെന്തെങ്കിലും വഴിയുണ്ടാക്കാം, അശ്വിൻ പറഞ്ഞതും സിദ്ധു ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. ഇതിപ്പോൾ എല്ലാം കൂടി കുഴപ്പിക്കുകയാണല്ലോ. അശ്വിൻ പറയുന്നു അശ്വിന് സിദ്ധിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നുവെന്ന്. പക്ഷെ കോളേജിൽ ആ പെൺകുട്ടിയോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ തമ്മിൽ അഫെയർ ആയിരുന്നു എന്നല്ലേ ആ പെണ്ണ് പറഞ്ഞത്. ഇതിപ്പോൾ ആര് പറഞ്ഞതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? തരുൺ സംശയത്തോട് ചോദിച്ചു. അതിപ്പോൾ അശ്വിൻ പറഞ്ഞത് കള്ളമായിരിക്കില്ലേ, അവനെ രക്ഷപ്പെടാൻ വേണ്ടി, സിദ്ധു സംശയത്തോടെ പറഞ്ഞു. സിദ്ധു, പക്ഷെ അങ്ങനെയാണെങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ കാണുമ്പോൾ അവന് കുറച്ചെങ്കിലും പേടിയോ ടെൻഷനോ ഉണ്ടാവില്ലേ? പക്ഷെ നമ്മൾ അവനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവൻ്റെ മുഖത്ത് നിന്നെ കാണുമ്പോൾ ഒരു ടെൻഷനോ ഭയമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, തരുൺ അവൻ്റെ ഉള്ളിൽ തോന്നിയ സംശയം പറഞ്ഞു. എനിക്കറിയില്ല തരുൺ, ബട്ട് ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ അമ്മുവിനെ എനിക്ക് വേണം. വാശിപ്പുറത്ത് സ്നേഹിച്ചതാണെങ്കിലും എനിക്കിപ്പോൾ അവളില്ലാതെ പറ്റില്ലടാ. എനിക്ക് വേണം എൻ്റെ അമ്മുവിനെ, സിദ്ധു തരുണിനെ നോക്കി വിഷമത്തോടെ പറഞ്ഞതും തരുണിനും സങ്കടമായി. നീ വിഷമിക്കാതിരിക്കെ, നമുക്ക് നോക്കാം. അശ്വിൻ എന്താ പറഞ്ഞത്? അമ്മുവിനെ ഇന്ന് കാണാൻ പറ്റുമോ? തരുൺ സംശയത്തോടെ ചോദിച്ചു. വിളിക്കാമെന്ന് പറഞ്ഞു, നോക്കട്ടെ, സിദ്ധു എന്തോ തീരുമാനിച്ചതുപോലെ അവനോട് പറഞ്ഞു. മോള് വിഷമിക്കാതെ, നമ്മുടെ പപ്പയും മമ്മിയും അല്ലേ അമ്മു, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. നീ സമാധാനമായിട്ടിരിക്കുക, അശ്വിൻ അവളെ സമാധാനിപ്പിച്ചു. പപ്പയും മമ്മിയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേട്ടായി. എൻ്റെ അഭിയേട്ടനെ കിട്ടില്ലേ ചേട്ടായി? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. കിട്ടും, മോള് വിഷമിക്കാതെ, ഞാൻ സംസാരിച്ച് നോക്കട്ടെ, അവൻ അവളെ സമാധാനിപ്പിച്ചു. ചേട്ടായി, അഭിയേട്ടനായിരുന്നോ നേരത്തെ വിളിച്ചത്? അതേ മോളെ. എന്നിട്ട് എന്തു പറഞ്ഞു? സാറിന് നിന്നെ കാണണമെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വിളിക്കാം, അപ്പോൾ വന്നാൽ മതിയെന്ന്. അവൻ തിരികെ പറഞ്ഞു. പപ്പയും മമ്മിയും കിടക്കട്ടെ, അപ്പോൾ നമുക്ക് വിളിക്കാം, അവൻ അവളെ നോക്കി പറഞ്ഞു. അവർ കണ്ടാലോ ചേട്ടായി? വഴക്ക് പറയില്ലേ? പിന്നീടത് പ്രശ്നമാവില്ലേ ചേട്ടായി? അവൾ സംശയത്തോടെ പറഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ സാർ ഇങ്ങോട്ടേക്ക് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കും, അപ്പോൾ എല്ലാവരും അറിയില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ, നിന്നെ ഞാൻ നാളെ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകാം, നമുക്ക് സംസാരിക്കാം, അതുപോരെ? ഞാനൊന്ന് വിളിക്കട്ടെ? അതും പറഞ്ഞ് അവൻ ഫോണെടുത്ത് സിദ്ധുവിനെ വിളിച്ചു. അവൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അമ്മുവിനെ നാളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന് അവൻ പറഞ്ഞു. വാ, നമുക്ക് കഴിക്കാം, അശ്വിൻ അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട ചേട്ടായി, എനിക്ക് വിശപ്പില്ല, അവൾ കണ്ണുകൾ നിറച്ചു. വേണം, നീ പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല, വന്ന് എഴുന്നേറ്റ്, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിർബന്ധിച്ചതും അവൾ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് അവൻ്റെ ഒപ്പം ചെന്നു. അവൻ അവൾക്ക് വിളമ്പിക്കൊടുത്തതും അവൾ ആരെയും നോക്കാതെ കുറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. അവളുടെ മുഖം കണ്ട് പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ വിഷമമായി. അവൾ എഴുന്നേറ്റ് പോയതും പുറകെ അശ്വിനും എഴുന്നേറ്റ് പോയി. പിറ്റേന്ന് അശ്വിൻ ഒരുങ്ങി ഇറങ്ങിയതും അമ്മുവും അവനോടൊപ്പം ഒരുങ്ങി ഇറങ്ങി. ഇവളെ എവിടെ കൊണ്ടുപോവാ? അവളുടെ മമ്മി അശ്വിനെ നോക്കി ചോദിച്ചു. ഞാൻ ഇവളെ പുറത്തേക്കൊന്ന് കൊണ്ടുപോകുക. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? മമ്മി വീണ്ടും ചോദിച്ചു. ഇല്ല, അവൻ പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും അമ്മ ഒന്നും പറയാതെ അവൻ്റെ പുറകിൽ കയറി. സിദ്ധു വിളിച്ച് പറഞ്ഞത് പ്രകാരം അശ്വിൻ അവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. സിദ്ധു അവരെ കാത്ത് അവിടെ കാറിൻ്റെ ബോണറ്റിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടതും അശ്വിൻ്റെ ബൈക്കിൽ നിന്നും ഇറങ്ങി അവൾ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അമ്മോ, കരയാതെടാ, കരയാതെ, എന്നെ നോക്കിക്കേ. അവൻ്റെ നെഞ്ചിലേക്ക്
പൂഴ്ത്തിവെച്ചിരിക്കുന്ന അവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും നിറഞ്ഞ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളുമായി അവൾ അവനെ നോക്കി. ഇപ്പോഴും അവനെ ഇറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു അവൾ, അവനിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കാത്തതുപോലെ. എന്തിനമ്മോ നീ ഇങ്ങനെ കരയുന്നേ? ദേ, നീ കരഞ്ഞാൽ നിന്റെ അഭിയേട്ടനും വിഷമാവുവേ. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് അഭിയേട്ടനെ അല്ലാതെ ആരെയും വേണ്ട. അഭിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അഭിയേട്ടൻ്റെ അമ്മു ആയാൽ മതി. അവൾ അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് കണ്ണുകൾ നിറച്ചു പറഞ്ഞു. ദേ അമ്മു, ഇനി നീ കരഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. കരയുന്നതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ഞാൻ വെച്ചു തരും, കേട്ടല്ലോ. നിന്റെ ആങ്ങളയുടെ മുൻപിൽ വെച്ചാണെന്നൊന്നും ഞാൻ നോക്കില്ല. അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറയുന്നത് കാണും തോറും അവനായിരുന്നു വിഷമങ്ങൾ മുഴുവൻ. കരയില്ല, അവൾ അവനെ നോക്കി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. സർ, അശ്വിൻ അങ്ങോട്ടേക്ക് വന്ന് സിദ്ധുവിനെ വിളിച്ചു. അശ്വിൻ, എന്തായി വീട്ടിലെ തീരുമാനം? ഇപ്പോഴും ഇവളെ എനിക്ക് തരില്ല എന്ന് തന്നെയാണോ പപ്പയും മമ്മിയും പറയുന്നത്? അതിന് മാത്രം എന്ത് കുറവാണോ എനിക്കുള്ളത്? ഞാൻ ഹിന്ദുവായി പോയതും അനാഥനായതുമാണോ നിങ്ങളുടെ പപ്പയും മമ്മിയും എന്നിൽ കാണുന്ന കുറവ്? സിദ്ധു സംശയത്തോടെ അവനോട് ചോദിച്ചു. അപ്പോഴും അവൻ്റെ അമ്മുവിനെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു, മറ്റാർക്കും അവളെ കൊടുക്കില്ല എന്ന പോലെ. ഇന്ന് രാവിലെ വരെ അങ്ങനെയാണ് സർ തീരുമാനം. ഇതുവരെ അവർ മാറി ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മാക്സിമം അവരോട് പറയുന്നുണ്ട്. അവർ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇവളുടെ സന്തോഷമല്ലേ സർ വലുത്. പിന്നെ അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. പെട്ടെന്ന് മറ്റൊരു ജാതിയോ മതമോ ഒന്നും അവർ അംഗീകരിക്കില്ല. അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സർ. എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും കാര്യത്തോടടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയാ. അപ്പോൾ അവർ ജാതിയും മതവും ഒക്കെ പൊക്കിക്കൊണ്ട് വരും. അതുകൊണ്ടാ. സാരമില്ല, ഞാൻ അവരോട് സംസാരിച്ചോളാം. അവർ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ തന്നെ സാറിന് ഇവളെ തരും. അശ്വിൻ സമാധാനിപ്പിക്കാൻ എന്ന പോലെ സിദ്ധുവിനോട് പറഞ്ഞു. അശ്വിൻ, അവർ സമ്മതിച്ചില്ലെങ്കിൽ ഞാനിവളെ കൊണ്ടുപോയി താലി കെട്ടും. ഒരു പെൺകുട്ടിയുടെ വിവാഹം എല്ലാവരെയും അറിയിച്ച് നടത്തണമെന്നാണ് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം. പക്ഷെ അവരായിട്ട് ഇവളെ എനിക്ക് തന്നില്ലെങ്കിൽ ഞാനായിട്ട് അവളെ കൊണ്ടുപോകും. കാരണം എനിക്ക് ഇവളില്ലാതെ പറ്റില്ല. ഒരു നിമിഷം പോലും എൻ്റെ അമ്മ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല. ആരുമില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ എൻ്റെ അമ്മു. ഇവളെ ഞാൻ ആർക്കു വേണ്ടിയും വിട്ട് കളയില്ല. അതുകൊണ്ട് അശ്വിൻ വീട്ടിൽ പപ്പയോടും മമ്മയോടും സംസാരിക്കണം. എനിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം. എന്നിട്ട് നല്ലൊരു ഡേറ്റ് എടുത്തിട്ട് ഇവളെ എനിക്ക് തരണം. ഇവളെ ഇറക്കിക്കൊണ്ടു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ആരെയും പേടിച്ചിട്ടുമല്ല. ഇവളെ ഓർത്തിട്ട് മാത്ര. പിന്നീട് ഇവളുടെ സങ്കടം കാണാതിരിക്കാൻ വേണ്ടി മാത്ര. അത് പറഞ്ഞതും അശ്വിൻ അവനെ നോക്കി ചിരിച്ചു. അമ്മുവിനെ എത്രത്തോളം അവൻ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു തരുണും. കാരണം സിദ്ധു എങ്ങനെയാണ് അമ്മുവിനെ സ്നേഹിച്ചു തുടങ്ങിയതെന്നും എന്തിനു വേണ്ടിയിട്ടായിരുന്നുവെന്നും തരുണിന് നന്നായിട്ട് അറിയാം. എല്ലാവരെയും വെറുപ്പിച്ച് അവളെ ഇറക്കിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞിരുന്നവനാ. അങ്ങനെ വാശിക്ക് അവളെ സ്നേഹിച്ചതാണെങ്കിൽ പോലും ഇന്ന് മറ്റാരേക്കാളും അവന് പ്രിയപ്പെട്ടത് അവളാണെന്ന് അവന് തോന്നി. സിദ്ധുവിനെ മാറ്റിയെടുക്കാൻ അമ്മുവിന് മാത്രമേ കഴിയുള്ളൂ എന്നും അവൻ അറിയാമായിരുന്നു. ഞാൻ ഇവളെയും കൊണ്ടുവന്ന് പുറത്തേക്ക് പോയിട്ട് വരട്ടെ? സിദ്ധു അശ്വിനെ നോക്കി ചോദിച്ചതും അവൻ സംശയത്തോടെ അവനെ നോക്കി. പ്ലീസ്, എനിക്ക് അമ്മുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അശ്വിൻ നോക്കുന്നത് കണ്ട് സിദ്ധു പറഞ്ഞു. അത് കേട്ട് സമ്മതം എന്ന പോലെ അശ്വിൻ ചിരിച്ചു. അശ്വിൻ വേണമെങ്കിൽ തരുണിൻ്റെ കൂടെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ചെന്നോളൂ. ഞാൻ അമ്മുവിനെ കൂട്ടി ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ജസ്റ്റ് ഹാഫ് അവർ. സിദ്ധു പറഞ്ഞതും അശ്വിൻ ചിരിയോടെ തലയാട്ടി. വാ. അവൻ അമ്മുവിൻ്റെ തോളിൽ കൂടി പിടിച്ച് അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് അവൻ്റെ ഒപ്പം നടന്നു. അവൻ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. ഡോർ തുറന്ന് അവളെ അതിലേക്ക് കയറ്റിയിരുത്തിയിട്ട് അവൻ ഡ്രൈവർ സീറ്റിലേക്കും കയറി. അരമണിക്കൂറിനുള്ളിൽ തിരികെ വരാം. തരുൺ അശ്വിനെ കൂട്ടി ഓഫീസിലേക്ക് പോയിക്കോളൂ. സിദ്ധു പറഞ്ഞതും തരുണും അശ്വിനും തലയാട്ടി. അവൻ അവളെ കൊണ്ട് പോയതും അശ്വിനും തരുണും ഓഫീസിലേക്ക് തിരിച്ചു. ഐസ്ക്രീം വാങ്ങിത്തരട്ടെ അമ്മോ? ഈ ചൂടൊക്കെ ഒന്ന് തണുക്കട്ടെ. സിദ്ധു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൾ നോക്കുന്നത് കണ്ടവൻ പുരികം പൊക്കി. അഭിയേട്ടൻ എന്ത് കൂളായിട്ടായിരിക്കുന്നത്. എനിക്ക് നമ്മുടെ കാര്യം ആലോചിച്ച് എത്തുമാത്രം ടെൻഷനുണ്ടെന്ന് അഭിയേട്ടൻ അറിയോ? പപ്പയും മമ്മിയും സമ്മതിക്കാതെ നമ്മുടെ വിവാഹം ഒരിക്കലും നടക്കില്ല. മമ്മിയും പപ്പയും ഇപ്പോഴും ജാതിയും മതമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചേട്ടായി പറയുന്നു അവർ സമ്മതിക്കുമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർ രണ്ടുപേരും സമ്മതിക്കുമെന്ന്. അവൾ പറയുന്നത് കേട്ട് അവൻ ചിരിച്ചു. അഭിയേട്ടന് തമാശയാണോ ഇതൊക്കെ? ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഏട്ടനെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചതും അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി. എൻ്റെ അമ്മോ, നിനക്ക് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ വെറും ഒരു തമാശയായിട്ടാണോ തോന്നുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് തമാശയാണെങ്കിൽ നിന്റെ വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിൽ ഈ ബന്ധം വേണ്ടാന്ന് പറയാൻ വെറും നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു. പക്ഷെ അപ്പോഴും ഇപ്പോഴും ഞാനെന്താ പറയുന്നത്? എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ അതൊക്കെ ഒരു തമാശയായിട്ടാണോ നിനക്ക് തോന്നുന്നത്? ചോദിച്ചതും അവൾ അല്ലെന്ന് തലയാട്ടി.
അമ്മോ, നീ അല്ലാതെ എൻ്റെ ലൈഫിൽ മറ്റൊരു പെണ്ണും വരില്ല. ഈ അഭിയൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അതെൻ്റെ അമ്മുവിൻ്റെ കഴുത്തിൽ മാത്രമായിരിക്കും, ഉറപ്പ്. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. എങ്കിൽ എനിക്കൊരു ഐസ്ക്രീം. അവൾ ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു. ഐസ്ക്രീമൊക്കെ വാങ്ങിത്തരാം, പക്ഷെ അതിനു മുമ്പ് എൻ്റെ അമ്മുവിൻ്റെ ചുണ്ടിൻ്റെ ടേസ്റ്റ് എനിക്കൊന്ന് അറിയണം. എത്ര ദിവസമായി ഒന്ന് കിസ് ചെയ്തിട്ട്? അവൻ പറഞ്ഞതും അവൾ കപടദേഷ്യത്തോടെ അവനെ നോക്കി. എന്താടി അമ്മക്കുട്ടി നീ നോക്കി പേടിപ്പിക്കുന്നേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മെനഞ്ഞാന്ന് രാത്രി എൻ്റെ വീട്ടിൽ വന്നതും എന്നെ കിസ് ചെയ്തതൊക്കെ അത്ര പെട്ടെന്നങ്ങ് മറന്നുപോയോ? അവൾ കപട ദേഷ്യത്തോടെ ചോദിച്ചു. അത് മെനഞ്ഞാന്നല്ലേ അമ്മൂട്ടാ, അത് കഴിഞ്ഞപ്പോൾ എത്ര മണിക്കൂർ കഴിഞ്ഞു? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. കാർ അധികം ആരും വരാത്തൊരു സ്ഥലത്തേക്ക് ഒതുക്കി നിർത്തി. പിന്നെ അവളുടെ സീറ്റ് ബെൽറ്റ് ഊരിയതും അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു പിടിച്ചു. അവിയേട്ടാ, ആരേലും കാണും, വിട്, ഇവിടൊന്നും വെച്ച് വേണ്ട പ്ലീസ്, എനിക്ക് പേടിയാ. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണോ അമ്മോ? അവൻ വല്ലാത്ത ഭാവത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ ഉമിനീറിറക്കി. പെട്ടെന്ന് കിസ് ചെയ്യണം, ഒരുപാട് ടൈമൊന്നും എടുക്കല്ലേ, അവൾ കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ അവനോട് പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ കിസ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നിയാലോ? അവൻ കുസൃതി ചിരിയോടെ പുരുകം പൊക്കി അവളെ നോക്കി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ വേണ്ട, ഞാൻ സമ്മതിക്കില്ല, അവൾ പറഞ്ഞുകൊണ്ട് വാ പൊത്തിപ്പിടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി. അവൻ്റെ നോട്ടത്തിൽ തന്നെ അവൻ എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഞൊടിയിടയിൽ അവൻ അവളുടെ ഡ്രസ്സിനിടയിൽ കൂടി അവളുടെ നഗ്നമായ ഇടുപ്പിൽ പിടിമുറുക്കി. അവൾ കണ്ണുകൾ കൊണ്ട് വേണ്ട എന്ന് കാണിച്ചു. കൈയെടുക്ക്, എങ്കിൽ ഞാനൊന്നും ചെയ്യില്ല, ജസ്റ്റ് കിസ് ചെയ്യും, അത്രേ ഉള്ളൂ. അതല്ല എന്നെ കിസ് ചെയ്യാൻ സമ്മതിക്കാതെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറിയാലോ എന്നെ. അവൻ അവളെ പേടിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞതും അവൾ തനിയെ വായിൽ നിന്നും കൈയെടുത്തു. പിന്നെ ദയനീയമായി അവനെ നോക്കിയതും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവളെ കുറച്ച് ചരിച്ചു പിടിച്ചു. അഭിയേട്ട. അവൾ ദയനീയമായി അവനെ വിളിക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തു. അവൾ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചുകൊണ്ട് കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു. അവൻ അവളുടെ ഇരു ചുണ്ടുകളുടെയും മാധുര്യം അറിഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകി. നിമിഷങ്ങൾ കടന്നുപോയി. അവൻ വാശിയോടെയും അരുമയായും അവളെ ചുംബിച്ചുണർത്തി. ഒടുവിൽ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതും അവൻ അവളിൽ നിന്നും മാറിക്കൊടുത്തു. അവൾ തനിയെ ചുണ്ടുകൾ തുടച്ചിട്ട് അവനെ നോക്കി ശ്വാസം എടുത്തു. നിന്നെ മണിക്കൂറുകൾ ചുംബിക്കാൻ തോന്നോടി എനിക്ക്. എന്ത് ലഹരിയാ നിൻ്റെ ഈ ചുണ്ടുകൾക്ക്, എന്ത് സോഫ്റ്റ് ആണെന്നറിയോ? നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്ന് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അന്നൊരു ലിമിറ്റേഷനും ഇല്ലല്ലോ, അത് നമുക്ക് മാത്രമുള്ള രാത്രിയല്ലേ? അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ നാണത്താൽ തല താഴ്ത്തി.